അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫിലിം മീഡിയ എഫക്ട് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജയനുമായി ബന്ധപ്പെട്ട് ജയൻ്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ ഗോസിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാം പറയുന്നില്ല, അതിൽ ചില കാര്യങ്ങൾ മാത്രം. ഒരു കാലത്ത് ആക്ഷൻ രംഗങ്ങളിലൂടെ മലയാള സിനിമാ പ്രേമികൾക്ക് ഒത്തിരി ഹരമുള്ള നടനായിരുന്നു ജയൻ. അദ്ദേഹത്തിൻ്റെ ശൈലിയിലാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഒരിക്കലും സാഹസികമായ രംഗങ്ങൾ എടുക്കാൻ ഡൂപ്പൊന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ല. ഡൂപ്പില്ലാതെ ചെയ്ത ചില രംഗങ്ങൾ, സാഹസികമായിട്ടുള്ള രംഗങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ഡയറക്ടറെ കൊണ്ട് നിർബന്ധിക്കുമായിരുന്നു. ഞാൻ ചെയ്ത് ശരിയായില്ല എന്ന് തോന്നുന്നു, വീണ്ടും വീണ്ടും നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെ പല പല സിനിമകളിലും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവസാനമായി അഭിനയിച്ചത് കോളിളക്കം എന്ന സിനിമയിലാണ്. അതിൽ ഒരു ഹെലികോപ്റ്റർ രംഗത്തിൽ അഭിനയിക്കുമ്പോഴാണ് അദ്ദേഹം മരണത്തിന് ഇരയാകുന്നത്. അതും ഡൂപ്പില്ലാതെയാണ് അദ്ദേഹം അഭിനയിച്ചത്. ഡയറക്ടർ പറഞ്ഞു ഡൂപ്പ് വിട്ട് അഭിനയിക്കാനത്, പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. അത്രയ്ക്കും സിനിമയോട് നീതി പുലർത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് അദ്ദേഹം എന്ന നടൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ കഴിഞ്ഞ നവംബർ 16 ജയൻ മരിച്ചിട്ട് 46 വർഷം തികയുന്നു. എന്നാൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പേരാണ് മുരളി ജയൻ എന്നത്. ജയൻ്റെ മകനാണെന്ന അവകാശവാദവുമായാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. രംഗത്തെത്തിയിട്ട് കുറച്ചു കാലമായി. അച്ഛനാണെന്ന് അമ്മ പറഞ്ഞു തന്ന തെളിവ് മാത്രമേ തൻ്റെ കയ്യിലുള്ളൂ എന്നാണ് അദ്ദേഹം പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പിതാവാണ് ജയനെന്ന് തെളിയിക്കാനായി മുരളി കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കോടതി അത് തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ സോഷ്യൽ മീഡിയ ശക്തമായതോടെ ഈ ആരോപണങ്ങളും ശക്തമായി ഉയർന്നു വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മുരളിയുടെ വാദത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ജയന്റെ സഹോദരനായ സോമന്റെ മക്കളായ ആദിത്യനും ലക്ഷ്മിയും രംഗത്തെത്തിയിട്ടുണ്ട്. ലക്ഷ്മി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. തൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് പരാതിയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ ജോർജിൻ്റെ പിതാവ് ഒ ദേവസ്യ ഒരു വാരികയിൽ ഒരു കുറിപ്പെഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: തനിക്ക് രഹസ്യബന്ധത്തിൽ ഒരു മകനുണ്ട് എന്ന് ജയൻ പറഞ്ഞിരുന്നതായാണ് ദേവസ്യ വാരികയിൽ എഴുതിയത്. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും സത്യം അതിനകത്ത് ഉണ്ടായിരിക്കാം. അത് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആളാണോ അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അതൊരു കുറിപ്പ് മാത്രമാണ്, ഒരു വാരികയിൽ അദ്ദേഹം എഴുതിയൊരു കുറിപ്പാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഇതെല്ലാം സംശയദൃഷ്ടിയോടെ തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എന്നാൽ DNA പരിശോധന നടത്താം എന്ന വെല്ലുവിളിയുമായി മുരളി ആദിത്യൻ്റെ മുന്നിൽ എത്തി. പക്ഷേ ആ വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ആദിത്യനും കുടുംബവും ഇതുവരെ തയ്യാറായില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ്. ഇനി മുരളി എന്ന് പറയുന്ന വ്യക്തി ജയന്റെ മകനാണോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ഈ പറഞ്ഞതുപോലെ DNA പരിശോധനയുടെ മാത്രം തന്നെയായിരിക്കും നടക്കുമെന്നാണ് തോന്നുന്നത്. മറ്റു രേഖകളൊന്നും ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു. ചിലപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാകാം, ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് കള്ളമാകാം. എന്താണെന്നറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ DNA പരിശോധനയോ അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറെ ഉചിതം. എന്തു തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.